ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങ വെച്ചിട്ടൊരു റെസിപ്പി കേട്ടോ. ഞാൻ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ സംഭവമായിട്ടത്. ശർക്കരയും മാങ്ങയൊക്കെ മിക്സ് ആക്കിയിട്ട് എരിവും പുളിയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ മാങ്ങ ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കുറച്ച് പഴുക്കാനായ മാങ്ങയാണ് ഇട്ടത്. നമുക്ക് എങ്ങനത്തെ മാങ്ങ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ അതൊക്കെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തുകൊണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ കേട്ടോ. അങ്ങനെ അതൊക്കെ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് മൺചട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ മൺചട്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ. അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പേസ്റ്റായി ഇതാക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചതച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അളവൊന്നും പറയാത്തതെന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അളവൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഒരു 4 മാങ്ങോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കാശ്മീരി മുളകും പൊടി ആയിട്ട് ചേർത്തിട്ടുള്ളത്. നമുക്ക് എരിവിനനുസരിച്ചുള്ള ഇതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് അധികം എരിവ് വേണ്ട, അപ്പോൾ ഞാൻ കാശ്മീരി മുളകും പൊടിയാണ് എടുത്തിട്ടുള്ളത്. കൈകൊണ്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ശർക്കര പൊടിച്ചതില്ലേ അത് ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. എളുപ്പമാണ്, ഈസി ആയിട്ടുള്ള, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. എരിവും മധുരവും പുളിയൊക്കെ പാടായിട്ടും. ഞാൻ കാശ്മീരി മുളകും പൊടി എടുത്തിട്ടുള്ളത് കുറച്ച് എരിവുള്ള മുളകും പൊടി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഉലുവ വറുത്തതില്ലേ അത് അതും ചേർത്തെടുത്തുകൊണ്ട് കടുകും വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ചേർത്തുകൊണ്ട് ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എരിവും മധുരമൊക്കെ ആയിട്ട്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെ അല്ലേ, മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ.